അനിയുടെയും നന്ദുവിന്റെയും പ്രണയം അറിയുന്ന ആദർശ് അക്കാര്യം ജാനകിയോട് വന്ന് പറഞ്ഞു വിവാഹം മുടക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും ജാനകി എന്ന ഒറ്റൊരാളുടെ വാശിക്ക് മുമ്പിൽ ആ വിവാഹം നടക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഞാൻ എൻ്റെ മരുമക്കളായിട്ട് അനാമിക മോളെ സ്വീകരിച്ചു കഴിഞ്ഞു. നിങ്ങൾ അത് മുടക്കി ഇവളുമായിട്ട് എൻ്റെ മകന്റെ വിവാഹം നടത്താനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് കാണാൻ ഈ ജാനകി ജീവനോടെ ഉണ്ടാവില്ലെന്നും കൂടി ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ആദർശ് അനാമികയെ കുറിച്ച് താൻ അന്വേഷിച്ചറിഞ്ഞ കാര്യങ്ങളൊക്കെ ആദർശിനോട് പറയുന്നുണ്ടെങ്കിലും അവരതൊന്നും വിശ്വസിക്കുന്നില്ല. നിന്നെക്കാളും നല്ലൊരു ബന്ധം എൻ്റെ മകന് കിട്ടുന്നതിൻ്റെ അസൂയാണ് നിനക്കെന്നൊക്കെ പറഞ്ഞ് ആദർശിന്റെ വാക്കുകൾ പാടെ തള്ളിക്കളിയാണ് ജാനകി. അങ്ങനെ അനിയാണെങ്കിലും അമ്മയുടെ വാശിക്ക് മുമ്പിൽ വേറെ നിവൃത്തിയില്ലാതെ അനാമികയെ തന്നെ താലി കെട്ടാൻ തീരുമാനിക്കുകയാണ്. തന്റെ ജീവിതം തകർന്നാലും വേണ്ടില്ല, അമ്മയുടെ പണത്തിനോടുള്ള ആർത്തിയും അഹങ്കാരവും തീർത്തു കൊടുക്കണം എന്നുള്ള ഒരൊറ്റ ഉദ്ദേശത്തോടെ കൂടിയായിരിക്കും അനി അനാമികയെ താലി കെട്ടുന്നത്. ഒരിക്കലും അനാമികയായിട്ട് അനിക്കൊരു നല്ല ജീവിതം ഉണ്ടാവുന്നില്ല. അവരുടെ ജീവിതം തുടങ്ങുമ്പോഴേക്കും അവർക്കിടയിൽ എപ്പോഴും പൊട്ടലും ചീറ്റലും ഒക്കെ ആയിരിക്കും ഉണ്ടാവുന്നത്. അനാമികയാണെങ്കിലും അനിയുടെ ജീവിതത്തിലേക്ക് കയറി വന്നിരിക്കുന്നത് നല്ലൊരു കുടുംബ ജീവിതം ആഗ്രഹിച്ചു കൊണ്ടൊന്നും ആയിരിക്കില്ല. അവൾക്ക് സ്വത്തിനോടും പണത്തിനോടുമുള്ള അടങ്ങാത്ത ആർത്തി കൊണ്ടൊന്നും മാത്രമായിരിക്കും അവൾ അനിയെ വിവാഹം കഴിച്ചിരിക്കുന്നത്. എന്നാൽ അനാമികയുടെ വരവോട് കൂടി ജാനകിക്ക് മുത്തശ്ശനിൽ നിന്നും നല്ലൊരു തിരിച്ചടി തന്നെ കിട്ടുന്നുണ്ട്. ജാനകിയോട് ഈ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയിക്കോ എന്ന് പറയുന്ന ഒരവസ്ഥ തന്നെ ഉണ്ടാവുന്നുണ്ട്. ഇല്ലായ്മയിൽ നിന്നും തന്റെ മകനെ വശീകരിച്ച് കയറി വന്നവളാണെന്നൊക്കെ പറഞ്ഞ് ദേവയാനി നയനെ കുറ്റപ്പെടുത്തുന്ന സമയത്തെല്ലാം അവൾക്ക് സാന്ത്വനമായിട്ട് ഉണ്ടായിരുന്നത് ജാനകിയായിരുന്നല്ലോ. എന്നാൽ തന്റെ മകന് ഒരു പണക്കാരിയെ കല്യാണം കഴിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോഴേക്കും ജാനകിയുടെ സ്വഭാവം പാടെ മാറിയിരിക്കുകയാണ്. എന്നാൽ ജാനകിയുടെ ആ സ്വഭാവത്തിന് അനാമികയിൽ നിന്ന് തന്നെ നല്ലൊരു തിരിച്ചടി കിട്ടുന്നുണ്ട്. അനാമികയുടെയും അനിയുടെയും വിവാഹം കഴിയുന്നതോടു കൂടിയാണ് അനന്തപുരിയിലെ എല്ലാവർക്കും ഒരു തിരിച്ചടി കിട്ടുന്നത്. ഇത്രയും കാലം മുത്തശ്ശനും മുത്തശ്ശിയും ആദർശും നയനയും പറഞ്ഞൊരു വാക്കുണ്ടായിരുന്നല്ലോ, പണമില്ലായ്മയല്ല എല്ലാത്തിന്റെയും അവസാനമെന്ന്. ആ ഒരു വാക്കിന് തന്നെയാണ് കേട്ടോ തീരുമാനമാകുന്നത് അനാമികയുടെ വരവോട് കൂടി. അനാമിക അനന്തപുരി വീട്ടിലേക്ക് കയറി വന്നത് മുതൽ പല രീതിയിലുള്ള മോഷണങ്ങളും അവിടെ നടക്കുന്നുണ്ട്. എന്നാൽ ആരാണ് ഈ മോഷ്ടിക്കുന്നത് എന്നൊരു ചോദ്യചിഹ്നം ഇടക്കിടക്ക് അവിടെ വരുന്നുണ്ട്. അനാമികയുടെ വരവോട് കൂടിയാണ് സാധനങ്ങളെല്ലാം നഷ്ടപ്പെട്ടു തുടങ്ങുന്നതെന്ന് മനസ്സിലാക്കുമ്പോൾ പിന്നീട് വളരെ സേഫ് ആയിട്ടായിരിക്കും സാധനങ്ങളെല്ലാം സൂക്ഷിക്കുന്നത്. അനാമികയുടെ വരവോട് കൂടി തങ്ങളുടെ സാധനങ്ങളൊക്കെ അലക്ഷ്യമായിട്ട് അവിടെയും ഇവിടെയും ഇടാതെയൊക്കെ നല്ല ശ്രദ്ധയോടെ എടുത്തു വെക്കുന്നുണ്ട് എല്ലാവരും. ജാനകിയാണെങ്കിൽ അനാമികയെ തലയിലേറ്റി വെച്ചായിരിക്കും നടക്കുന്നത്. ജാനകിയുടെ മനസ്സിൽ അനാമികയെ കുറിച്ച് കുന്നോളം സ്വപ്നമായിരിക്കും. ഏഴത്തിയുടെ സ്ഥാനം അവൾക്കാണല്ലോ കിട്ടാൻ പോകുന്നത് എന്നൊക്കെ ഓർത്ത് അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഓഫീസിലെ ഡിസൈനർ ലീവ് ആയതുകൊണ്ട് തന്നെ നയനയ്ക്ക് ഓഫീസിലേക്ക് പോവേണ്ട അത്യാവശ്യം ഉണ്ടാവുന്നുണ്ട്. ഒരു ഡിസൈനറെ കിട്ടാത്തത് കൊണ്ട് ദേവയാനി തന്നെയായിരിക്കും നയനെ അങ്ങോട്ട് പറഞ്ഞയച്ചിരിക്കുന്നത്. എന്തൊക്കെയാണെങ്കിലും നീ നല്ലൊരു ഡിസൈനറാണ്, അക്കാര്യത്തിൽ എനിക്ക് സംശയമില്ല. അതുകൊണ്ട് ആദർശിന്റെ കൂടെ നീ ഇന്ന് ഓഫീസിലേക്ക് പോയിക്കോന്നൊക്കെ പറഞ്ഞ് ദേവയാനി തന്നെ നയനയെ പറഞ്ഞു വിടുമ്പോ അനാമികയ്ക്ക് അതൊട്ടും ഇഷ്ടപ്പെടുന്നില്ല. അനാമിക നേരെ ജാനകിയുടെ അടുത്ത് ചെന്ന് പറയുന്നത്, എന്താ വല്യമ്മ ഈ കാണിക്കുന്നത്? അവളെ ഇപ്പോൾ ഈ വീട്ടിൽ നിന്നും പറഞ്ഞു വിടുന്നത് ഇവിടുത്തെ വീട്ടു ജോലി ചെയ്യിപ്പിക്കാതിരിക്കാനാണ്. എന്നാൽ അങ്ങനെ അനാമിക പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് അത് ശരി തന്നെയാണെന്ന് തോന്നുന്നുണ്ട് ജാനകിക്കും. എനിക്ക് ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നത്, സ്വന്തം മരുമകളെ ഇവിടെ നിന്ന് പറഞ്ഞു വിടുന്നത് എന്റെ മരുമകളെ കൊണ്ട് ഈ വീട്ടിലെ ജോലി മുഴുവൻ ചെയ്യിപ്പിക്കാനാണോ? ദേവയാണെങ്കിൽ ഗർഭിണിയുമാണല്ലോ, അതുകൊണ്ട് തന്റെ അനാമിക മോളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കാൻ തന്നെയാണ് ദേവയാനി ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് എന്ന് തന്നെ ഉറച്ചു വിശ്വസിക്കുകയാണ് ജാനകി. അങ്ങനെ ജാനകി അനാമികയെ കൂട്ടി മുത്തശ്ശിയുടെ അടുത്തേക്ക് വന്ന്, എന്റെ അനാമിക മോളാണ് ഈ വീട്ടിലെ എല്ലാ ജോലിയും എടുക്കാറ്, അതുകൊണ്ട് തന്നെ ഈ വീട്ടിലെ സ്ഥാനവും കൊടുക്കേണ്ടത് അവൾക്കാണ്. ഇനി ഈ വീടിന്റെ താക്കോല് കൊടുക്കേണ്ടത് അനാമിക മോൾക്കാണ്. ഇനി ഈ വീട്ടിലെ എല്ലാ കാര്യങ്ങളും നോക്കേണ്ടത് അവളാണെന്നൊക്കെ പറയുകയാണ് ജാനകി. എന്നാൽ അത് കേൾക്കുന്ന പാടെ ദേവയാനിക്ക് അങ്ങ് ദേഷ്യം വരുന്നുണ്ട്. ദേവയാനി ഉടനെ തന്നെ പറയുന്നത്, അതെങ്ങനെ ശരിയാവും? വരെ ഇവിടെ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നത് നയനയല്ലേ? അങ്ങനെയാണെങ്കിൽ തന്നെ ഇന്ന് ആദ്യം തുടങ്ങേണ്ടിയിരുന്നത് പൂജയായിരുന്നില്ലേ എന്നൊക്കെ പറയുമ്പോ, അങ്ങനെയാണെങ്കിൽ അനാമിക മോള് നാളെ ആദ്യം പൂജ ചെയ്യട്ടെ എന്ന് പറയുകയാണ് ജാനകി. അത് ഇങ്ങനെ ശരിയാവും ജാനകി? അത് ശരിയാവില്ലല്ലോ എന്നൊക്കെ മുത്തശ്ശി പറയുന്നുണ്ടെങ്കിലും പിറ്റേ ദിവസം രാവിലെ തന്നെ പൂജക്ക് തയ്യാറായിട്ട് വരികയാണ് അനാമിക. നയനയെ ഓവർടേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ നയന എഴുന്നേൽക്കുന്നതിന് മുമ്പേ പൂജാമുറിയിൽ എത്തുന്നുണ്ട് അനാമിക. എല്ലാ മരുമകൾ ചമയാൻ വേണ്ടി വേഗം ചായ ഉണ്ടാക്കി എല്ലാവർക്കും കൊടുക്കുന്നുണ്ടെങ്കിലും പൂജാമുറിയിൽ കയറി പൂജ ചെയ്യാനൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിലൊക്കെ ഒരുപാട് പൊരുത്തക്കേടുകൾ ഉണ്ടാവുന്നുണ്ട്. ദേവയാനിക്കാണെങ്കിൽ അനാമികയുടെ കാട്ടിക്കൂട്ടലുകളൊന്നും ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. താൻ എത്രയൊക്കെ തന്നെ നയനയെ കുറ്റപ്പെടുത്തിയാലും മറ്റൊരാൾ നയനയെ താഴ്ത്തിക്കെട്ടാൻ ശ്രമിക്കുന്നത് ദേവയാനിക്ക് സഹിക്കാവുന്നതിലും അപ്പുറമായിരിക്കും. അങ്ങനെ അനാമിക ചായയുമായിട്ട് വരുന്ന സമയത്ത് ദേവയാനി അവളോടായിട്ട് പറയുന്നത്, കാര്യമൊക്കെ ശരി തന്നെയായിരിക്കും, നിനക്ക് തന്നെയാണ് ഞാൻ ഇവിടുത്തെ മൂത്ത മരുമകളുടെ സ്ഥാനം തന്നിരിക്കുന്നത്. പക്ഷെ ഒരിക്കലും നയനക്കൊപ്പം നിൽക്കാനൊന്നും നിന്നെ കൊണ്ട് പറ്റില്ല. അതുകൊണ്ട് ചാവി ഭരണം, അതായത് അനന്തപുരിയുടെ ഭരണം നയന തന്നെ ചെയ്യട്ടെ എന്നൊക്കെ പറയുമ്പോ ജാനകി എന്തോ പറയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും, ജാനകി നീ ഒന്നും ഇങ്ങോട്ട് പറയണ്ട, കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ഇവിടെ ഞാനാണ്.
മുത്തശ്ശൻ കഴിഞ്ഞാൽ പിന്നെ തീരുമാനമെടുക്കാനുള്ള അധികാരം എനിക്കാണ്. ഞാനല്ലേ ഈ വീടിന്റെ ആദ്യത്തെ മരുമകൾ. അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിലും എന്റെ മകനാണ് ആദ്യം വിവാഹം കഴിച്ചത്. ആദർശിന്റെ ഭാര്യയായിട്ടുള്ള നയന തന്നെയാണ് ഈ വീടിന്റെ മൂത്ത മരുമകൾ എന്ന് തന്നെ പറയാണ് ദേവയാനി. ദേവയാനിയുടെ വായിൽ നിന്നും ഇങ്ങനെയുള്ള വാക്കുകൾ കേൾക്കുന്ന സമയത്ത് നയനയ്ക്ക് ഒത്തിരി സന്തോഷമുണ്ടാവുന്നുണ്ട്. ഇത്രയും കാലം തന്നെ പുച്ഛിച്ച് സംസാരിച്ചിരുന്ന തന്റെ അമ്മായിയമ്മ മറ്റുള്ളവർക്ക് മുമ്പിൽ തന്നെ പുകഴ്ത്തി സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ ഒത്തിരി അഭിമാനം തോന്നുന്നുണ്ട് നയനയ്ക്ക്. കേൾക്കുന്ന നവ്യക്കും തന്നെ ഒത്തിരി സന്തോഷമാവുന്നുണ്ട്. കേട്ടില്ലേടി, കാലം തെളിയിക്കുമെന്ന് പറയുന്നത് ഇതായിരിക്കും. ഒടുവിൽ നിന്റെ അമ്മായിയമ്മ നിന്നെ അംഗീകരിച്ചു തുടങ്ങിയെന്നെല്ലാം നവ്യ പറയുന്നത് കേൾക്കുമ്പോൾ ജലജയ്ക്ക് അതൊട്ടും ഇഷ്ടപ്പെടുന്നില്ല. ഒന്നും ഒരിക്കലും സഹിക്കാനാകാതെ ജലജ പോയി നേരെ ജാനകിയുടെ അടുത്ത് ചെന്ന് എരുതിയിൽ എണ്ണ ഒഴിക്കാൻ എന്നതുപോലെ ഓരോ കാര്യങ്ങൾ കുത്തി കുത്തി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. കണ്ടില്ലേ ജാനകി, നിന്നെ പോലും ദേവയാനി തള്ളി പറഞ്ഞത്. ഇത്രയും കാലം തള്ളി പറഞ്ഞ് അവളുടെ മരുമകളെ അവൾ ചേർത്ത് പിടിച്ചിരിക്കുന്നു. നീ ഒന്ന് സൂക്ഷിച്ചോ, ഇങ്ങനെ പോയാൽ നിന്നെയും നിന്റെ മരുമക്കളെയും ഇവിടെ നിന്ന് അടിച്ചു പുറത്താക്കാൻ പോലും ദേവയാനി മടിക്കില്ലെന്നെല്ലാം പറയുന്നുണ്ട്. സമയം തന്നെയായിരിക്കും ആദർശ് ഓഫീസിലേക്ക് പോവാൻ റെഡി ആയിട്ട് വരുന്നത്. നേരത്തെ പറഞ്ഞത് പ്രകാരം ആദർശിന്റെ കൂടെ നയനയെ ഓഫീസിലേക്ക് പറഞ്ഞയക്കുകയാണ് ദേവയാനി. ഇനി ഓഫീസിലേക്ക് പോവാൻ തയ്യാറെടുക്കുന്നതും അനാമിക അത് കണ്ണുകൊണ്ട് ജാനകിക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. എനിക്ക് ഉടനെ തന്നെ ദേവയാനിയോടായിട്ട്, ദേവയാനി അതെങ്ങനെ ശരിയാകും? നയന ഇപ്പോൾ ഇവിടുന്ന് ഓഫീസിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ വീട്ടിലെ ജോലികളൊക്കെ ആര് ചെയ്യും? അപ്പോഴേക്കും ദേവയാനിയാണെങ്കിൽ നയന ഓഫീസിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ആദർശിന്റെ കൂടെ വെറുതെ ഇരിക്കാനല്ല, അവിടെയും ജോലി ചെയ്യാൻ തന്നെയാണ്. ഇവിടെ ഇങ്ങനെ ഇരുന്ന് വെറുതെ ജോലി ചെയ്യാൻ മാത്രം അവൾ ഈ വീട്ടിലെ വീട്ടു ജോലിക്കാരിയൊന്നുമല്ലല്ലോ. ഇങ്ങനെ ഇനി ഇവിടെ എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ തന്നെ നയന അല്ലാതെ നമ്മളെല്ലാവരും ഇവിടെ ഇല്ലേ, നമുക്കെല്ലാവർക്കും കൂടി ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. ഇനി ജോലിക്കാരിയായിട്ട് മാത്രം നിൽക്കാൻ എന്റെ മകൻ ആരെയും ഇങ്ങോട്ട് വിവാഹം കഴിച്ചു കൊണ്ടുവന്നിട്ടൊന്നുമില്ലെന്നൊക്കെ ദേവയാനി പറയുമ്പോ അങ്ങനെയല്ലല്ലോ ഈ അടുത്ത് ഇത്രയും നാൾ പറഞ്ഞിരുന്നത്. ഇവൾ ഇവിടുത്തെ വെറും ജോലിക്കാരിയാണെന്നും ജോലിക്കാരിയുടെ സ്ഥാനം പോലും ഇവൾക്ക് കൊടുക്കണ്ട എന്നൊക്കെയല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നിട്ട് ഇത്രയും നാളും തരം താഴ്ത്തിയിട്ട് ഇപ്പൊ ഇവളെ പിടിച്ച് ജോലിക്ക് പറഞ്ഞയക്കേണ്ട കാര്യമുണ്ടോ? ഓഫീസിലേക്ക് പറഞ്ഞയക്കേണ്ട കാര്യമുണ്ടോ? എന്തായാലും മേഡത്തിയുടെ മനസ്സിലിരിപ്പ് ഇപ്പൊ എനിക്ക് മനസ്സിലാവുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് ജാനകി. എന്റെ മരുമകളായിട്ട് അനാമിക മോൾ കയറി വന്നപ്പോഴേക്കും മേഡത്തി എന്നോട് പക കാണിക്കുകയാണല്ലേ എന്നൊക്കെ ചോദിക്കുന്നത് ജാനകിയോട്. അങ്ങനെ എന്റെ മരുമകൾ നിന്റെ മരുമകൾ എന്നൊക്കെയുള്ള വേർതിരിവ് ഒരിക്കലും ഞാൻ മനസ്സിൽ പോലും കരുതിയിട്ടില്ല. ഇത്രയും നാൾ അനാമിക എന്ന് പറയുന്നവൾ എന്റെ മൂത്ത മരുമകളാണെന്ന് പറഞ്ഞുകൊണ്ട് നടന്നിരുന്നവളാണ് ഞാൻ. പക്ഷെ ജാനകി, അനാമിക മോൾ കയറി വന്നപ്പോഴേക്കും നിന്റെ സ്വഭാവം വല്ലാതെ അങ്ങ് അതിൽ കടക്കുന്നുണ്ട്. ഒരാൾ മറ്റൊരാളോട് ചെയ്യാൻ പാടില്ലാത്ത അത്രയും ക്രൂരമായിട്ടുള്ള പ്രവർത്തികളാണ് നീ എന്റെ നയനയോട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നയന എന്ത് ചെയ്തിട്ടാണ് നീ അവളെ ഇങ്ങനെ തരം താഴ്ത്തി സംസാരിക്കുന്നത് എന്നെല്ലാം ദേവയാനി ചോദിക്കുന്ന സമയത്ത് തനിക്ക് വേണ്ടി അമ്മ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നു എന്നും ചിന്തിച്ച് ശരിക്കും ഷോക്കഡാവുന്നുണ്ട് നയന. അനാമിക വീട്ടിൽ വന്ന് കയറിയത് മുതലേ ജാനകി നയനയെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നതെല്ലാം ദേവയാനി ശ്രദ്ധിച്ചു കൊണ്ട് നിൽക്കുന്നുണ്ടാവും. ഇത്രയൊക്കെ പറഞ്ഞാലും തന്റെ മകന്റെ ഭാര്യ തന്നെയാണല്ലോ അവൾ, തന്റെ മരുമകൾ തന്നെയാണല്ലോ നയന. ജാനകി പലതും പറഞ്ഞ് കുറ്റപ്പെടുത്തുമ്പോഴെല്ലാം തിരിച്ചൊരു വാക്ക് പോലും പറയാതെ ക്ഷമയോട് കേട്ട് നിൽക്കുന്ന നയനയെ കാണുന്ന ദേവയാനിക്ക് മനസ്സിൽ എപ്പോഴൊക്കെയോ നയനയോട് സ്നേഹം തോന്നി തുടങ്ങുന്നുണ്ട്. നയന ഒന്നിനോടും പ്രതികരിക്കാതെ നിൽക്കുന്നത് കൊണ്ട് തന്നെ തന്റെ മരുമകൾ ഒരു പാവമാണെന്നും താൻ കാരണമാണ് ജാനകിയും ജലജയും അവളോട് ഇങ്ങനെ പെരുമാറുന്നത് എന്നെല്ലാം മനസ്സിലാവുന്ന ദേവയാനിക്ക് ഒരുപാട് കുറ്റബോധം തോന്നുന്നുണ്ട്. അങ്ങനെ നയനയെ ഇടിച്ച് താഴ്ത്തി സംസാരിക്കുന്നത് കൊണ്ട് തന്നെ ദേവയാനിയും ജാനകിയും തമ്മിൽ പലപ്പോഴും വാക്കുതർക്കങ്ങൾ ഉണ്ടാവുന്നുണ്ട്. പരസ്പരം കണ്ടാൽ മിണ്ടാതിരിക്കാൻ പറ്റാവുന്ന അത്രയും ദേഷ്യം അവർക്കിടയിൽ ഉണ്ടാവുന്നുണ്ട്. ഇതെല്ലാം കാണുന്ന മുത്തശ്ശിക്ക് വളരെയധികം സങ്കടമാവുന്നുണ്ട്. മുത്തശ്ശി രണ്ടുപേരെയും വിളിച്ച് ചോദ്യം ചെയ്യുന്നുണ്ട്. മുത്തശ്ശി അവരോടായിട്ട്, എന്താ ദേവയാനി, എന്താ ജാനകി നിങ്ങൾക്കിടയിലുള്ള പ്രശ്നം? ജലജയാണെങ്കിൽ ഞാൻ അതങ്ങ് സമ്മതിച്ചു തരുമായിരുന്നു. എന്നാൽ നിങ്ങൾ ഒരിക്കലും ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. ദേവയാനി എത്രയൊക്കെ ദേഷ്യപ്പെട്ടാലും ജാനകി നിനക്ക് കുറച്ച് മയമൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ടിപ്പോൾ നിന്റെ സ്വഭാവം എന്താ ഇങ്ങനെ മാറിയിരിക്കുന്നത് ജാനകി എന്നെല്ലാം ചോദിക്കുന്നുണ്ട് മുത്തശ്ശി. അവരാണെങ്കിൽ രണ്ടുപേരും പരസ്പരം ദേഷ്യത്തോടെ നോക്കിക്കൊണ്ട് മിണ്ടാതെ തന്നെ ഇങ്ങനെ നിൽക്കുമ്പോൾ മുത്തശ്ശി വീണ്ടും ചോദിക്കുന്നത്, നിങ്ങളോടല്ലേ ഞാൻ ചോദിച്ചത്? ദേവയാനി ഉടനെ തന്നെ പറയുന്നത്, അതമ്മേ, അമ്മയ്ക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. ജാനകിക്ക് അവളുടെ മരുമകൾ വന്ന് കയറിയത് മുതൽ കുറച്ച് അഹങ്കാരം കൂടുതലാണ്. ജാനകിയെ ഉയർത്തിപ്പിടിച്ച് മറ്റുള്ളവരെ താഴ്ത്തിക്കെട്ടാനാണ് ജാനകി ശ്രമിക്കുന്നത്. ഇത് നടക്കുന്ന കാര്യമാണോ അമ്മേ? പണ്ടത്തെ ജാനകി അല്ലേ ഇവളിപ്പോ ഒരുപാട് മാറിയിരിക്കുന്നൊക്കെ പറയുന്നുണ്ട് ദേവയാനി. അതെ, സാഹചര്യങ്ങളല്ലേ ഓരോരുത്തരെ മാറ്റിമറിക്കുന്നത്. നിങ്ങൾ രാവിലെ മുതൽ വൈകിട്ട് വരെ ചെയ്യുന്ന ഓരോ പ്രവർത്തികളൊക്കെ കണ്ട് ഞാനിങ്ങനെ പല്ലിളിച്ച് നിൽക്കുമെന്നാണോ നിങ്ങൾ കരുതിയിരിക്കുന്നത്? ചെയ്യുന്ന ബുദ്ധിമുട്ടുകളെല്ലാം സഹിച്ച് തല താഴ്ത്തി നിൽക്കാനൊന്നും എന്നെ കൊണ്ട് കഴിയില്ലെന്നൊക്കെ പറയാണ് ജാനകി. കണ്ടില്ലേ അമ്മേ ജാനകി പറയുന്നത്, അവൾ ഇപ്പോൾ ഒരു ഏട്ടത്തി എന്നുള്ള സ്ഥാനമൊന്നും എനിക്ക് തരുന്നില്ലെന്നൊക്കെ ദേവയാനി പറയുമ്പോ, ജാനകി നീ ഇങ്ങനെ ഈ വീട്ടിൽ വന്ന് കയറിയത് മുതൽ ഇങ്ങനെ ഒരു പെരുമാറ്റം ഒരിക്കലും നിന്നിൽ നിന്നും ഉണ്ടായിട്ടില്ലല്ലോ. നിന്റെ മരുമകൾ ഇങ്ങോട്ട് വന്നതിൽ മുതൽ നിന്റെ സ്വഭാവം പാടെ മാറിയിരിക്കുകയാണ്. ദേവയാനിക്ക് പോലും നീ കൊടുക്കേണ്ട ബഹുമാനം കൊടുക്കുന്നില്ല. ഇവിടെ ആര് എന്ത് തെറ്റ് ചെയ്താലും നീ അതെല്ലാം പറഞ്ഞു തിരുത്തി സോൾവ് ആക്കാനാണ് എപ്പോഴും ശ്രമിക്കാറ്. ഇപ്പോൾ നിന്റെ മരുമകൾ വന്ന് കയറിയപ്പോഴേക്കും നീ എന്തിനാ എല്ലാവരെയും അകറ്റി നിർത്താൻ ശ്രമിക്കുന്നത്? എന്തായാലും ജാനകി നിന്റെ ഭാഗത്ത് തന്നെയാണ് തെറ്റ്. അതുകൊണ്ട് നീ ദേവയാനിയോട് സോറി പറയണമെന്നൊക്കെ പറയുകയാണ് മുത്തശ്ശി. എന്ത് എങ്ങനെയൊക്കെ തന്നെയാണെങ്കിലും മൂത്തവരെ ബഹുമാനിക്കണം. എന്റെ
മൂത്ത മരുമകൾ ദേവയാനി തന്നെയാണ്. അവളോട് നീ മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ അതിന് നീ സോറി പറയാന്നൊക്കെ പറയുന്നുണ്ട് മുത്തശ്ശി. അത് കേട്ട ഉടനെ ജാനകിക്ക് അങ്ങ് ദേഷ്യം വരുന്നുണ്ട്. ജാനകി മുത്തശ്ശിയോട് കയർത്ത് സംസാരിക്കുകയാണ്. അതെ, അവളോട് സോറി പറയാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ലെന്നൊക്കെ ജാനകി പറയുമ്പോ മുത്തശ്ശി ആകെ വല്ലാതാവുന്നുണ്ട്. നീ ഇപ്പൊ പറഞ്ഞത് അവളെന്നോ? ഞാൻ ഇത്രയൊക്കെ പറഞ്ഞു തന്നിട്ടും വീണ്ടും ബഹുമാനമില്ലാതെയാണല്ലോ നീ സംസാരിക്കുന്നത്. നിനക്ക് ഇവളോട് സോറി പറയാൻ പറ്റില്ലെങ്കിൽ നീ ഇവിടെ നിൽക്കണ്ട. ദേവയാനിയോട് മാപ്പ് ചോദിച്ചിട്ട് ഇവിടെ നിൽക്കാൻ പറ്റുമെങ്കിൽ നീ നിന്നാൽ മതി, അല്ലെങ്കിൽ നീ ഇന്ന് തന്നെ നിന്റെ വീട്ടിലേക്ക് പോയിക്കോന്ന് പറയുകയാണ് മുത്തശ്ശി. അനന്തപുരി വീടിന് കുറച്ച് ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ശീലിച്ച് ഇവിടെ നിൽക്കാൻ പറ്റുമെങ്കിൽ മാത്രം ഇവിടെ നിന്നാൽ മതി, അല്ലെങ്കിൽ ഇന്ന് തന്നെ നീ നിന്റെ വീട്ടിലേക്ക് പോയിക്കോന്നൊക്കെ മുത്തശ്ശി പറയുന്ന സമയത്ത് ജാനകി ആകെ ഷോക്ക്ഡ് ആവുന്നുണ്ട്. അമ്മ എന്തൊക്കെയായി പറയുന്നതെന്നൊക്കെ ചോദിക്കുമ്പോ പിന്നല്ലാതെ ഞാൻ എന്താ പറയേണ്ടത്? ഞാനും മുത്തശ്ശനും ഇവിടെ ഉള്ളിടത്തോളം കാലം നിങ്ങൾ നിങ്ങളുടെ സ്വന്തമായിട്ട് അങ്ങ് ഭരണം തുടങ്ങിയാലോ? ഇവിടെയുള്ള മരുമക്കളെ എങ്ങനെയൊക്കെ നിൽക്കണമെന്ന് തീരുമാനിക്കേണ്ടത് ഞാനാണ്. എന്റെ മരുമക്കളെ വേണമെങ്കിൽ നിനക്ക് നിലക്ക് നിർത്താം, പക്ഷെ എന്റെ മരുമക്കൾ ഇവിടെ എങ്ങനെ കഴിയണമെന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്. ഇതൊരു കൂട്ടുകുടുംബമാണ്. അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരുമാണ് ഇവിടെ ആദ്യം അച്ചടക്കം പാലിക്കേണ്ടത്. നിങ്ങൾ കണ്ടല്ലേ മറ്റുള്ളവർ പഠിക്കുന്നത്. നിങ്ങളെ മര്യാദ പഠിപ്പിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശി ദേഷ്യത്തോടെ അവിടെ നിന്നങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. ഇനി മുത്തശ്ശി തന്നെ ഇറക്കി വിടും എന്നൊരു സാഹചര്യം വരുമ്പോൾ വേറെ നിവൃത്തിയില്ലാതെ ദേവയാനിയോട് ചെയ്തതിനെല്ലാം മാപ്പ് പറയുന്നുണ്ട് ജാനകി. ഇത്രയും മോശം സ്വഭാവത്തിലേക്ക് വന്നത് അനാമിക ഒറ്റൊരാൾ കാരണമായിരുന്നല്ലോ. പിന്നീട് അങ്ങനെ അനാമികയുടെ ശരിക്കുമുള്ള മുഖം മൂടി വലിച്ചു കീറുന്നുണ്ട്. അനാമിക ശരിക്കും ഒരു ഫ്രോഡാണെന്നും എങ്ങനെയെങ്കിലും അനിയുടെ ജീവിതത്തിലൂടെ അനന്തപുരിയിൽ കയറിക്കൂടി സ്വത്തും പണവും അടിച്ചുകൊണ്ട് പോകാൻ വന്നവളാണെന്നൊക്കെ എല്ലാവർക്കും മനസ്സിലാവുന്നതൊക്കെയാണ് കേട്ടോ വരാനായിട്ട് പോകുന്നത്. ഇങ്ങനെ വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള മുഹൂർത്തങ്ങളൊക്കെയാണ് ഇനി വരാനായിട്ട് പോകുന്നത്. ഈ ഒരു റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.